ഹലോ ഗായ്സ്, ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഓഫ് കിട്ടിയൊരു ദിവസം നോക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. എന്തോ ഇത്തവണ എല്ലാവരും പറഞ്ഞ ടൈമിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ 8:30 എന്ന് പറഞ്ഞിട്ട് ഒരു 8:45 ആയി. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തി. ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ആർക്കും വഴി അറിയില്ല, ഏത് ബസ്സിൽ കയറണമെന്നും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന ബസ്സുകാരോടെല്ലാം സ്ഥലമൊക്കെ ചോദിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ എന്തായാലും ഞാൻ ബസ്സിൽ കയറി പോവല്ലേ, സ്ഥലമെത്താൻ കുറച്ച് സമയമെടുക്കും. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ബസ് മിസ്സായിപ്പോൾ ഒരു കഥ പറയാം. ഞങ്ങൾ വന്നിട്ട് അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് ആദ്യം ഒരു ബസ് കിട്ടിയായിരുന്നു. എല്ലാവരും ട്രിപ്പൊക്കെ പോകാൻ ഇറങ്ങി. പക്ഷേ ആരുടെയും കയ്യിൽ കാശുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മണി ഉണ്ടായിരുന്നില്ല, എല്ലാവരും അക്കൗണ്ടിൽ കാശുണ്ടായിരുന്നു. പക്ഷേ ബസ്സിൽ കയറി പോകണമെങ്കിൽ കാശ് കൊടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ 6 പേരിൽ 2 പേര് ലിക്വിഡ് മണി തേടിപ്പോയി. അവർ പോയ സമയത്ത് കറക്റ്റായിട്ട് ബസ് വന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ബസ്സുകാരെയൊക്കെ പിടിച്ച് നിർത്തി അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇവരെ നോക്കി നിന്നു. ഇവരെ കാണാനില്ല. ഇവർ കടകളിലെല്ലാം കയറി ഇവർ കുറച്ച് ദൂരം അങ്ങ് പോയി. പക്ഷേ ഞങ്ങൾ വിളിച്ച കൂട്ടത്തിൽ ഒരാളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറിക്കോളാം, നിങ്ങൾ കയറിക്കോളാൻ. പക്ഷേ അത് ഞങ്ങളാരും അറിഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് ബസ്സുകാർ ഞങ്ങളോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ 4 പേരും അവിടെ വെയിറ്റ് ചെയ്തു. ഇവർ 2 പേരും അവിടെ നിന്ന് ബസ് കയറിപ്പോയി. അങ്ങനെ ഇവർ പോയി കുറച്ച് ദൂരം എത്തിയപ്പോൾ ഞങ്ങൾ കയറിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ 2-3 സ്റ്റോപ്പ് അപ്പുറത്ത് അവർ ഇറങ്ങി. പക്ഷേ ബസ്സുകാർ നല്ല ചീത്തയൊക്കെ പറഞ്ഞു. പിന്നെന്താ, ഞങ്ങൾ 2-3 സ്റ്റോപ്പ് അപ്പുറത്തോട്ട് ഞങ്ങൾ 4 പേരും കൂടെ അങ്ങനെ നടന്നു പോയി. അങ്ങനെ അവർ പാലത്തിനപ്പുറത്തും ഞങ്ങൾ പാലത്തിനിപ്പുറത്തുമായി. ഒരു പുഴയുണ്ട് അവിടെ, അങ്ങനെ ഇപ്പുറത്തുമായി. പിന്നെ രണ്ടാമത് വന്ന ബസ്സിൽ ഞങ്ങൾ കറക്റ്റായിട്ട് കയറി. ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറിയപ്പോൾ തന്നെ അവരോട് വിളിച്ചു പറഞ്ഞു ഇന്ന ബസ്സിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരും ബസ്സിൽ കയറി. അങ്ങനെ കഥ പറഞ്ഞിരുന്നിരുന്ന് നമ്മൾ സ്ഥലത്തെത്തി. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെയാണ് വന്നതെന്ന്. ഞങ്ങൾ വാമല എന്ന് പറയുന്നൊരു അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. പാലക്കാടുള്ള എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു അമ്പലത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 2 വാമലയുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് പല്ലാവൂർ വാമലയ്ക്കാണ്. വേറെ പല്ലശ്ശന വാമലയുണ്ട്, അവിടെ ഇനി ഒരിക്കൽ പോകണം. അങ്ങനെ ഈ പാറക്കെട്ടുകളൊക്കെ കയറി വേണം അങ്ങോട്ട് പോകാൻ. പാറക്കെട്ടുകളുടെയൊക്കെ മേളിലായിട്ടൊരു അമ്പലം. കുറേ സിനിമകളൊക്കെ ഈ അമ്പലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൃദയം മൂവി, പിന്നെ കുഞ്ഞിരാമായണ മൂവിയിലെ ലാസ്റ്റുള്ള കല്യാണ സീന്, ഇനിയും അധികം ഉണ്ടാവും. എനിക്കറിയാവുന്ന 2 സിനിമകൾ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഈ അമ്പലം ഒന്ന് കണ്ടു കളയാൻ ഓർത്തു. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് അധികം ദൂരമൊന്നുമില്ല. ബസ്സിൽ പോയാലും ഒരു അരമണിക്കൂർ യാത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബോറടിയൊന്നുമില്ല. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ മലയൊക്കെ കയറി അങ്ങ് പോവുകയാണ്. എത്താറായിട്ടുണ്ട്, കുറച്ച് നേരം കൂടി നടക്കണം. പിന്നെ അവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പാലക്കാട് പിന്നെ ഭംഗിയുടെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒട്ടും പുറകിലല്ലല്ലോ. നമ്മൾ ശരിക്കുള്ള സ്ഥലം കോട്ടയമാണ്. ഞങ്ങളെല്ലാവരും പല ജില്ലയിലുള്ള ആൾക്കാരാണ്. ഞങ്ങളിവിടെ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാവർക്കും ഓഫൊക്കെ കിട്ടുന്ന ദിവസം നോക്കി ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോവും. ഈ കാണുന്ന വലിയ കെട്ടിടം എന്തോ ജലശുദ്ധീകരണത്തിൻ്റെയോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിയാക്കിയും ചിരിച്ചും നടന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്താറായി. ശരിക്കും ഞങ്ങൾ ചെറിയൊരു മഴ അങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത്. പക്ഷെ നല്ല വെയിലായിരുന്നു. സമയം രാവിലെ ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും നല്ല വെയിലായിരുന്നു. നല്ലോണം വെയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിപ്പം ഈ വീഡിയോയിൽ അങ്ങ് അകലെ അമ്പലം കാണാൻ തോന്നും. ഞങ്ങൾ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ വാമല അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അമ്പലത്തിൽ കയറി തൊഴുതും പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിനേക്കാളും കൂടുതൽ കുറേ ആൾക്കാർ വീഡിയോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം വീഡിയോസിനും ഫോട്ടോസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളും അതൊക്കെ വിചാരിച്ച് തന്നെയാണ് വന്നത്. ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ഐസ്ക്രീം വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനോർത്ത് ഈ മലയുടെയൊക്കെ മേളിൽ, ഈ പാറക്കെട്ടിൻ്റെയൊക്കെ മേളിൽ എങ്ങനെയാണ് ഈ വണ്ടിയൊക്കെ കൊണ്ട് കയറ്റിയിട്ടിരിക്കുന്നതെന്ന്. നമ്മൾ മനുഷ്യർക്ക് തന്നെ മര്യാദയ്ക്ക് നടന്ന് കയറാൻ പറ്റുന്നില്ല, അപ്പോൾ ഈ വണ്ടി എങ്ങനെ അവർ കയറ്റിയിട്ടുണ്ടാവുമോ. അങ്ങനെ ഐസ്ക്രീം വണ്ടിയൊക്കെ കണ്ട ആ ഒരു ആകാംക്ഷയിലൊക്കെ പിള്ളേരെല്ലാവരും ഇവിടെ നടന്നു പോവുകയാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തെത്തി. കുറച്ച് പേരൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. ഇതാണ് അമ്പലം. അപ്പോൾ ഞങ്ങളവിടെ അമ്പലത്തിനവിടെ എത്തിയതും ഒരു ചേച്ചി വന്നിട്ട് ചായ എടുക്കട്ടെ, കാപ്പി വേണോ, അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചു. അപ്പം ആ ചേച്ചിയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കെന്തോ നല്ല പരിചയമുള്ളൊരു ചേച്ചി ചോദിക്കുന്ന പോലെ, ചായ എടുക്കണോ, നിങ്ങളിപ്പോൾ ചായ കുടിക്കുന്നുണ്ടോ, എടുക്കണോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ, ഇപ്പോൾ ചായ ഒന്നും വേണ്ട പറഞ്ഞു. പിന്നെ മെയിൻ സംഭവം വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി.
അതിന് പിന്നെ കൈയും കണക്കുമില്ലല്ലോ. അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ താഴെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാങ്. അങ്ങനെ അവർ വീഡിയോസിനൊക്കെ, ഇത് ശരിക്കും വീഡിയോസിന് പോസ്റ്റ് ചെയ്തിരുന്നതല്ല, അവർ ജസ്റ്റ് വർത്തമാനം പറഞ്ഞിരുന്നതാണ്. അപ്പം ഞാൻ പുറകിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തവരറിയാതെ. പിന്നെ ഓരോ എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ട്. പിന്നെ അവൻ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് അക്ഷയ് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അവളമാർ ഫോട്ടോ എടുക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളെല്ലാവരും വേറെ വേറെ ജില്ലകളിലുള്ള ആൾക്കാരാണെന്ന്. കുറച്ച് നാളുകൂടി കഴിയുമ്പം ചിലപ്പോൾ ഇവർ എബ്രോഡ് പോകുമായിരിക്കും, വേറെ സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അന്ന് മെമ്മറീസ് ആവുമല്ലോ. അന്ന് ഇതൊക്കെ കാണുമ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. നല്ലോണം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒന്നും ഒരു ലാഗ് ഉണ്ടായില്ല. ആദ്യം ആ ബസ് മിസ്സായതല്ലാതെ പിന്നെ വേറൊരു ലാഗും ഈ ഒരു ട്രിപ്പിലുണ്ടായിട്ടില്ല. പിന്നെ ദേ ഞങ്ങൾ പോകുന്ന ഹനുമാൻ പാദം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തോട്ടാണ്. അവിടെയും പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി, ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങണ സമയമായപ്പം ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഐസ്ക്രീം കഴിച്ചൊന്ന് നേരെ ഞങ്ങൾ താഴെ ഇറങ്ങി. ഇത് അവിടെ ഒരു ആമ്പലിൻ്റെ കുളമുണ്ട്, ആമ്പൽക്കുളമുണ്ട്. പക്ഷേ അതിൽ ആമ്പൽപ്പൂവൊന്നുമില്ല. പിന്നെ അവിടെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് തിരിച്ചങ്ങ് നടന്നു. ശരിക്കും ബസ് ഇറങ്ങിയിട്ട് വാമല വരെ ഓട്ടോയ്ക്ക് വരെയുള്ള ദൂരമുണ്ട്. പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നിങ്ങനെ പോകുന്നു. അതുകൊണ്ട് വലിയ ദൂരമൊന്നും അറിഞ്ഞില്ല. പിന്നെ തിരിച്ച് പോയിട്ട് ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. കടൽ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് പോയത്. അവിടെ സീ ഫുഡാണ് കിട്ടുന്നത്. പിന്നെ അവിടെ കയറി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പിന്നെ രാവിലെ കഴിക്കാത്തതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും ഒരു ഐസ്ക്രീം കടയിൽ കയറി. അങ്ങനെ ഐസ്ക്രീം ഓരോ ഫ്ലേവറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ ഹോസ്റ്റലിലെത്തി. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.